ആശാൻ തുടങ്ങി തുടങ്ങി റാണി ഒരു 4 പേര് പാടാം അല്ലേ? ഗ്രാമീണ ഭംഗി തൂവാണി പച്ചില മനത്തു പൂങ്കുല കാച്ച മനത്തു പൂങ്കുല കാച്ച ഗ്രാമീണ ഭംഗി തൂവാണി പച്ചില മനത്തു പൂങ്കുല കാച്ച മനത്തു പൂങ്കുല കാച്ച ഗ്രാമീണ ഭംഗി കണ്ടു വാളി പച്ചില മനത്തു പൂങ്കുല കാച്ച മനത്തു പൂങ്കുല കാച്ച വൃശ്ചികക്കാറ്റം കൈവയ്ക്കാൻ നോക്കിയാൽ പ്രസിദ്ധമായിടും കായൽ പ്രസിദ്ധമായിടും കായൽ വൃശ്ചികക്കാറ്റം കൈവയ്ക്കാൻ നോക്കിയാൽ പ്രസിദ്ധമായിടും കായൽ പ്രസിദ്ധമായിടും കായൽ. ഓണത്തിൻ്റെ ചതയനാളിലാണ് ഈ കുമരകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും 3, 4, 5 വള്ളങ്ങൾ കാണാം. അങ്ങനെ ഒരു 10, 70, 80 വള്ളത്തോളവും കുമരകത്തും തന്നെ ഓണ സീസണിൽ പരിശീലനം ചെയ്യും. അങ്ങനെ വന്ന് വള്ളംകളിയോട് ഭയങ്കര കമ്പമാണ് കുഞ്ഞിലെ തൊട്ട്. ഒരു വള്ളം പ്രാക്ടീസിന് പാട്ടും പാടി തുഴഞ്ഞു പോകേണ്ട നമ്മൾ അതിൻ്റെ പുറകെ ഓടുമായിരുന്നു. അങ്ങനെ ആയി വള്ളംകളി എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ മേലാത്തൊരു സ്ഥിതിയായിപ്പോയി. അങ്ങനെ മനസ്സിലാ കപ്പളങ്ങേ പണ്ടൊക്കെ നീ വള്ളം കണ്ടു കഴിഞ്ഞാൽ കരവഴി ഓട്ടമാണ്. സ്കൂളിൽ നിന്ന് പിന്നെ വിടുന്ന ആ ഒരു സമയത്തായിരിക്കും 4 മണി 4:30 ആയപ്പോഴായിരിക്കും ഈ പരിശീലനത്തിന് വള്ളങ്ങളെല്ലാം ഇങ്ങനെ പാട്ടും പാടിയൊക്കെ പോകും. വീട്ടിൽ പോലും പോകാതെ ആ പുറകെ പോകും. ചില ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ അന്ന് സ്കൂളിലും പോകത്തില്ല. ആ വള്ളത്തിൻ്റെ കൂട്ടത്തിൽ കരവഴി ഓടി അങ്ങ് പോകും. അങ്ങനെ ഇവിടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്, വാരമംഗലം പറഞ്ഞ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോയി എല്ലാ വള്ളങ്ങളും അടുക്കും. അങ്ങനെ പിന്നെ വള്ളക്കാർ വന്ന് അടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ പിന്നെ ഭാഗത്തുള്ള സൂര്യ ബോട്ട് ക്ലബ്ബ് അവർ ചേട്ടന്മാരെല്ലാം കരക്കിറങ്ങി പിന്നെ സോഡയൊക്കെ കുടിച്ച് അല്ലെ കറങ്ങിവെള്ളം കുടിച്ച് അല്ലെ ചായ കുടിക്കാൻ പോകുന്ന ചായ കുടിച്ച് സിഗരറ്റൊക്കെ വലിക്കുന്ന സമയത്ത് ഞാൻ കയറിയ വള്ളത്തിലെ വെള്ളം എല്ലാം കളഞ്ഞ് അവരെന്ത് വള്ളത്തെ കയറ്റണം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന. അപ്പോൾ അവരോട് നമ്മൾ കുറേ കണക്കാണ് എന്നെ കൂടെ കയറ്റണം അങ്ങോട്ട് പോകുമ്പോൾ അതെന്നെ കയറ്റമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കയറ്റും. പക്ഷേ എൻ്റെ പിന്നെ ആ മുഖം ഒന്ന് കാണാൻ വേണ്ടി അവർ പറയുന്നത് നിന്നെ കയറ്റമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ വള്ളത്തിലെ വെള്ളം കളഞ്ഞു ഇവരൊന്ന് കയറ്റിയാൽ കടകും. അന്നേരം വേറെ 1, 2 ചേട്ടന്മാർ എടാ കയറ്റുമൊക്കെ ചെയ്യാം, പക്ഷേ നീ അങ്ങോട്ട് പോകുമ്പോൾ നടക്കുന്ന പാട്ട് പാടണം കേട്ടോ. പാട്ട് പാടിയാലേ വള്ളത്തെ കയറ്റുള്ളൂ. അല്ല അതിന് തയ്യാറാണെങ്കിൽ നീ കയറിയാൽ മതി, അല്ല കയറണ്ട. വെട്ടിക്കാട്ടിട്ടി കറുത്ത പെണ്ണേ ദൈതൈ ഒട്ടേലും വട്ടി വരമ്പത്താക്കി ദൈതൈ ഇലവെട്ടാനായിട്ടൊരാന വന്നേ ദൈതൈ ആനമൂതു തല്ലി ചെപ്പെടുത്തേ ദൈതൈ ചെപ്പിനകത്തൊരു നത്തിരുന്നേ ദൈതൈ നത്തുപാറന്നങ്ങ് കടലിൽ ചെന്നേ ദൈതൈ കടലിലെ തമ്പൂരാൻ നോക്കി നിന്നേ ദൈതൈ വെള്ളിത്തൂടലിട്ടു പൂട്ടിയിട്ടേ ദൈതൈ. അങ്ങനത്തെ പാട്ടൊക്കെ പാടിയാണ് വള്ളംകളി രംഗത്തേക്ക് ഒരു ചൂട് വെക്കുന്നത്. ആശാൻ പണ്ട് പോലെ വള്ളംകളിയെന്ന് വെച്ച് ചത്ത് കിടക്കുന്ന മനുഷ്യനാണ്. അതിനോട് എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഉള്ള പണിക്ക് പോകാതെ കണ്ട് അത് ഈ വള്ളംകളി തുടങ്ങിയ പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് നടക്കും. എപ്പോഴും ഒരുപോലെ ഇരിക്കും. നമ്മൾ പിള്ളേരെ വളർത്തണം, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ കുറേ അത് ബുദ്ധിമുട്ടുമ്പോൾ ആശാനോട് ഞാൻ വഴക്ക് പിടിക്കും. ആശാൻ എത്ര പറഞ്ഞാലും വള്ളംകളി എന്ന് പറയുന്ന പ്രസ്ഥാനമായിട്ട് ചേർന്ന് പോയി അതിലേ പോകത്തുള്ളൂ. എന്നെ സംബന്ധിച്ചാൽ ഞാൻ പാട്ടും പാടും, മത്സരിക്കുമ്പം വളരെ താളവും ഇട്ടു. അങ്ങനെയാണ് ഒരു ഭയങ്കര ഒരു മത്സരം എന്ന് പറഞ്ഞാൽ അന്ന് ചുണ്ടമ്പള്ളത്തിലേലും പ്രാധാന്യമാണ് 1-ാം തറി ചുള്ളന്. അത് തേർത്തങ്ങാടി ആറ്റിൽ ഒരു 4-5 വള്ളയിലും 1-ാം തറി ചുള്ളനുണ്ട്. അതിൻ്റെ മത്സരം കാണാനായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ജനം കൂടുന്നത്. വേലങ്ങാടൻ, നയനാടൻ, കടങ്കര, തിരുത്തുമാലി, അങ്ങനെ അതിൻ്റെ വള്ളമുണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് പിന്നെ മെയിൻ താളക്കാരൻ വേറൊരു പിന്നെ വള്ളത്തെ കയറിച്ച്
കരവഴി വരാതെ പറഞ്ഞാൽ ഞങ്ങൾ വരാൻ ഒത്തില്ല. അവരെ എല്ലാവരും പറഞ്ഞു കാര്യം ചെയ്യും. പറഞ്ഞപ്പോൾ നീ എഴുന്നിട്ട് താഴെ ഇട്ടാണ്. അങ്ങനെ അന്ന് അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ താഴെ ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു നടക്കുന്നത്. അങ്ങനെ ആ വള്ളം അന്ന് അവിടെ ജയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജയമായിരുന്നു. ആ ജയം ജയിച്ച് കഴിഞ്ഞ് പിന്നീട് ഉള്ള ഇതുവരെ ഒരു താളക്കാരനായിട്ട് പിന്നെ തുഴഞ്ഞിട്ടേ ഇല്ല. അത് മറ്റേ എല്ലാവരും പറഞ്ഞ വേറെ ഒരു ആൾക്കാരനും വേണ്ട, കുഴപ്പം താളം ഇട്ടാൽ മതി. അങ്ങനെയാണ് ഒരു താളക്കാരനായതും. ആ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ സൂര്യ ബോൾ കപ്പ് കേരളത്തിൽ എവിടെ ചെന്നാലും ഞങ്ങളെ ആരും പരാജയപ്പെടുത്തും. ഒരു ടീം നോക്കിയാലും എങ്ങനെ എന്ന് പറഞ്ഞാലും കുറേ കിടന്ന് ചെന്നാലും ഞങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ ആ ഫിനിഷിങ് ടച്ച് അതൊരു ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഫിനിഷിങ് ടച്ച് എടുക്കുന്ന ഒരു ടീമും ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ KTBC ഉണ്ടായി കഴിഞ്ഞപ്പം ആ അടവുകളും തന്ത്രങ്ങളും മുഴുവൻ KTBCക്ക് വേണ്ടി ചെലവഴിച്ച് പ്രവർത്തിച്ച് അങ്ങനെയാണ് KTBC ഒരുപാട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കമരകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാനും മറ്റേ മത്സരിക്കാനും ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ 2010 KTBC ജയിച്ചു കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിലാണ് താഴത്തങ്ങാടി മത്സരം. താഴത്തങ്ങാടി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ പോലെ തന്നെ KTBCക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ നാടും ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വള്ളങ്ങൾ നടക്കുന്ന സ്ഥലവും താഴത്തങ്ങാടിയാണ്. അപ്പം അങ്ങനെ പിന്നെ അവിടെ കളിച്ചപ്പം ജി സാറ് ഒന്ന് അനുമോദിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങേരെ ചെന്ന് കണ്ട്. അത് അന്ന് ഞാൻ അങ്ങേരോട് പറഞ്ഞു, കാര്യം നമ്മൾ ഈ ക്യാപ്റ്റനെ തപ്പാണല്ലോ ഏറ്റവും വലിയ വിഷയം വള്ളംകളി. അന്ന് ഞാൻ അങ്ങേരോട് പറഞ്ഞു, സാറൊരു എന്തിനാ ഈ പിന്നെ കോടികൾ മുടക്കി ഇങ്ങനെ വള്ളം കളിക്കണം, സാറ് ഒരു കാര്യം ചെയ്യും, സാറ് 25 ലക്ഷം രൂപ മുടക്കണം. കാര്യം അന്ന് നമുക്ക് 3 ലക്ഷം 4 ലക്ഷം കൊണ്ടാണ് ഓരോ ക്യാപ്റ്റന്മാരും വരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ തോന്നി ഇങ്ങനെയൊക്കെ ഈ കോടികൾ മുടക്കി വള്ളം കളിക്കുന്ന ആൾ 25 ലക്ഷം എന്ന് പറഞ്ഞാൽ പുള്ളി സമ്മതിക്കും എന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ്, സാറ് ഒരു 25 ലക്ഷം രൂപ മുടക്കാമെങ്കിൽ സാറ് ഒരു ട്രയലിൻ്റെ പറയാൻ നടക്കണ്ട, സാറ് ആ സ്റ്റേഡിയത്തിൽ ഇരുന്നാൽ മതി, നെഹ്റു ട്രോഫി മേടിക്കാൻ നേരത്ത് സാറ് എഴുന്നേറ്റാൽ മതി, അതുവരെ കസാര ഇരുന്നുകൊണ്ട് വള്ളം കളി കാണാം. ഓഹോ അങ്ങനെയാണ്, ഓക്കെ ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടെ ആ സത്യസന്ധത ആ നേരും ഓർത്താണ് ഇവിടെ ഈ നാട്ടിൽ വന്ന് പറഞ്ഞ് KTBCയുടെ പ്രവർത്തകരോട് ഇങ്ങനെ നമുക്ക് അടുത്ത വയസ്സായി ക്യാപ്റ്റനായിട്ടുണ്ട്. അവർ ആരാ ഞാൻ പറഞ്ഞിങ്ങനെ ജി സാർ ഇങ്ങനെ സമ്മതിച്ചെന്നു. അപ്പം തന്നെ ചില ആളുകൾക്ക് ഒരു ഈ സന്തോഷക്കുറവുണ്ടായി. അത് വേറെ പല കാരണങ്ങൾ കാണും. അതിൻ്റെ ഒറ്റ ആഴ്ചയായിരുന്നു ഈ താഴത്തങ്ങാടി വള്ളംകളി നടന്നത്. അപ്പോൾ ഈ ശ്രദ്ധ ബോട്ട് ക്ലബിൻ്റെ ഹാർട്ടിക്ക് ഞങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പം ജി സാറ് പറഞ്ഞു ഞാനിനി വള്ളംകളി ഈ രംഗത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീമിന് താഴത്തങ്ങാടിൽ നിന്ന് കളിക്കണമെന്ന് അതിൻ്റെ ടീം ക്യാപ്റ്റനായി അന്ന് സുനിൽ സാറായിരുന്നു, പുള്ളി പോലീസുകാരനൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഈ പിന്നെ ടീമുമായിട്ട് ഒന്ന് താഴത്തങ്ങാടിൽ നിന്ന് കളിക്കണമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് പിന്നെ സുനിൽ കളിക്കുന്ന കളിച്ചോ, ഞാൻ ക്യാപ്റ്റൻ സ്ഥാനത്തൊന്നുമില്ല, പുള്ളി പൈസ മുടക്കി അവർ കളിക്കുകയായിരുന്നു. അങ്ങനെ താഴത്തങ്ങാടി വള്ളം കളിച്ച് ഞങ്ങൾ എന്തോ ഒരു ശകലത്തിന് ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പം ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണെന്നാണ് ചിലരുടെ ഒരു ധാരണ. ഒരു നല്ല വള്ളംകളിക്കാരനെ സംബന്ധിച്ചെങ്കിൽ ഒരിക്കലും പിന്നെ ഒരു പുഴ മേടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മേടിക്കുന്നവർ കാണുമായിരിക്കും. എന്നെ സംബന്ധിച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റും. ഇത് നമ്മുടെ ജീവിതമാണ് വള്ളംകളി. എൻ്റെ മക്കളെ കഴിഞ്ഞും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന വള്ളംകളിയാണ്. പിന്നെ ആ ഒരു സംരംഭത്തിന് ഞാൻ ഒരിക്കലും ചതിച്ചിട്ടുമില്ല. അങ്ങനെ ആയിപ്പോയി ജീവിതം, അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഇവരെ എന്നോട് വന്ന് പറഞ്ഞു, സെക്രട്ടറി വലിയ ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത്, അത് വെങ്കടേശന ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ തലേദിവസം ഞാനോടുണ്ടായിരുന്ന കമ്മിറ്റി, ഞാൻ സന്ധ്യ ആയപ്പം വലയ്ക്ക് പോകേണ്ട ധൃതി കൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്നെ പണിക്ക് പോകാം, നിങ്ങൾ കൂടി ആലോചിച്ചോ, നിങ്ങൾ പറഞ്ഞാൽ അവിടുന്ന് പോരുകയും ചെയ്യും, പണിക്ക് പോകേണ്ട ആവശ്യം കൊണ്ട് എന്ന് പണിക്കും പോയി. പിറ്റേന്ന് രാവിലെ പണിക്ക് പോയിട്ട് വരുമ്പോഴാണ് ഈ വള്ളങ്ങളുടെ തലേദിവസമാണ് സെക്രട്ടറി വിളിക്കുന്നത്. ആശാൻ എന്നെ പോലെ ഒരു വിഷയമുണ്ട്, ആശാൻ പിന്നെ കല്ലടയാറ്റിലെ കളിക്ക് ആശാനെ എന്തോ ഒഴിവാക്കണം എന്നിങ്ങനെ കമ്മിറ്റി കൊടുത്തിട്ട്. അപ്പം അതിനെന്നെ ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ പണിക്ക് പോകല്ലോ. ഞാൻ കാര്യം അന്ന് നമ്മുടെ പേരിലൊന്നും അല്ല കളിക്കുന്നത്, വേറൊരു ക്ലബിൻ്റെ പേര് കൂലിക്ക് കളിക്കാൻ പോണതാണ്. 10,000 രൂപ കിട്ടുമെന്ന് തോന്നുന്നു, ഇത്രയാണ് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ പിന്നെ ഇവരെന്നെ കൊണ്ടുപോകാതെ കല്ലടയാറ്റിൽ
കളിക്കാൻ പോയി. തലേ വർഷം 10 ട്രയലുള്ളവരെ ചെന്ന് നമ്മൾ പരാജയപ്പെടുത്തി അവരുടെ ഹാർട്ടിൽ കൂടെ കളഞ്ഞ് തിരിച്ചും പോന്നതുകൊണ്ട് ഞാൻ ചെല്ലുന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് സംഘം കന്നേറ്റ് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഇരുന്നത്. ഞാൻ ഇല്ലാതെ ചെന്നപ്പോൾ തന്നെ അവർ ചോദിച്ചു എന്ത് മോഹൻരാജൻ എന്ത് ഇല്ല പുള്ളി പിന്നെ വന്നില്ല, ഇവരെന്താ വേറെ ഇത് പറഞ്ഞു. പക്ഷേ അതുവരെ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞാലും ഇവർ വണ്ടി വിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് പോയി. കാരണം നമ്മൾ ഈ വള്ളംകളിയെ പിന്നെ സ്നേഹിച്ചത് അങ്ങനെയല്ല. അപ്പം ഞാൻ സ്വന്തം കൂടപ്പിറപ്പിനെ ചതിക്കുന്ന പോലെയാണല്ലോ പറഞ്ഞുണ്ടാക്കിയത് ഇങ്ങനെ ഈ ക്ലബിനെ ചതിച്ചെന്ന്. എനിക്ക് വലിയ പ്രയാസമായിപ്പോയി. പ്രയാസം എന്ന് പറഞ്ഞാൽ അടക്കാനാവാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ നേരെ ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്, ആറ്റാമംഗലം പള്ളി. ഞാൻ അവിടെ അഭയം പ്രാപിച്ച് എൻ്റെ പുണ്യാളച്ച എൻ്റെ വള്ളംകളി സത്യസന്ധമാണെങ്കിൽ ഇവർ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അവർക്ക് അവിടെ ചെന്നിട്ട് സെലക്ഷൻ പോലും കിട്ടിയില്ല, പരാജയപ്പെട്ടു. അപ്പം കിട്ടേ എനിക്ക് നേരം പിന്നെ ആ ക്ലബ്ബുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ലാത്ത രീതി. കാര്യം നമുക്ക് അടക്കാൻ പറ്റിയില്ല ആ ഒരു സങ്കടം. ഞാൻ പിന്നെ ഈ 2010 ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു മനസ്സുകൊണ്ട് 12 വർഷത്തേക്ക് പിന്നെ KTVC ജയിക്കരുത് എന്നൊരു പ്രാർത്ഥന ആ പള്ളിയിൽ ചെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 12 വർഷവും KTVC പരാജയപ്പെട്ടു. അതിനോടിടയ്ക്ക് ഞാൻ ജയിച്ചു 2 വർഷം. 15-ലും 16-ലും ട്രോഫി മേടിക്കാനൊത്ത്. പിന്നെ ഈ അങ്ങനെ വേണമെങ്കിൽ മാറിയെന്ന് പറഞ്ഞാലും ഒത്തിരി പേര് നമ്മളോട് സ്നേഹമുള്ളവരും ബഹുമാനമുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ പിന്നെ ആവശ്യപ്പെടുമായിരുന്നു അച്ഛനെ ഞങ്ങളുടെ അടുത്ത് വാ, പിണക്കമൊക്കെ മാറ്റ്, ഇനിയിപ്പം എല്ലാവർക്കും മനസ്സിലാവില്ല അത് വെറുതെ ആരോപണമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, അതുകൊണ്ട് പറയാം ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഈശ്വരൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥിച്ചും ഒരു പിന്നെ വാക്ക മാറ്റിച്ചും ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശിക്ഷ നമുക്ക് കിട്ടും. 12 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ പിള്ളേരും പറഞ്ഞു അച്ഛൻ പിണക്കമൊക്കെ മാറ്റി, പിന്നെ അവരുടെ കൂട്ടുകാരാണല്ലോ ഇവിടെ കളിക്കുന്നതൊക്കെ മുഴുവൻ, പിന്നെ ഒന്ന് ചെല്ലച്ച ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ല അച്ഛപ്പറ്റി പറഞ്ഞത് വെറുതെ ആയിരുന്നു, അതുകൊണ്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണ് 2023 KTVC വീണ്ടും ചെല്ലുന്നത്. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് വള്ളംകളി ജീവിതത്തിൻ്റെ ഭാഗമായി പോയി. ചെറുപ്പം തൊട്ടേ ഇവിടെയുള്ള എല്ലാ വീട്ടിലും ഏത് ചെറുപ്പക്കാരെ എടുത്താലും അവരെല്ലാം വള്ളം തൊഴാൻ അറിയാവുന്നവരും ഒരു മത്സരത്തിൻ്റെ അന്ന് ഒരു വള്ളം എടുത്തു വന്നാലും ആരോടും മത്സരിച്ച് ജയിക്കാനുള്ളൊരു പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഈ പ്രദേശത്തുള്ളത്. അങ്ങനെ ഒരു പ്രദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും അല്ല. പക്ഷെ അത് പിന്നെ അന്നത്തെ കാലത്ത് അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ഒന്നും വള്ളം കളിക്കാൻ പോകണമെന്നൊന്നും പിന്നെ വലിയ എതിർപ്പൊന്നുമില്ല. കാര്യം അവർക്കറിയാം അങ്ങനെയാണ് ജീവിതത്തിൻ്റെ പകുതി ഭാഗമാണെന്ന് അവർക്കറിയാം. പക്ഷെ അത് ഒരു കുടുംബമൊക്കെ ആയി കഴിഞ്ഞപ്പം വീട്ടിലെ പരാത്മം കൊണ്ടായിരിക്കും കൂടുതലും വെള്ളം കളിക്കാൻ പോണതിന് ഭാര്യയ്ക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല. കാര്യം നമുക്ക് എന്താന്ന് പറയാം, എൻ്റെ നഷ്ടം മാത്രമുണ്ട്, നല്ലൊരു വള്ളം കളിക്കാരുടെ നഷ്ടം മാത്രം ഉണ്ടാകുന്നു. പിന്നെ പൈസയ്ക്ക് വേണ്ടി വള്ളം കളിക്കാൻ പോകുന്നവർക്ക് അവർക്ക് എപ്പോഴും അവർ ലാഭത്തെപ്പറ്റി മാത്രം ചിന്തിക്കും. എന്നെയൊക്കെ സംബന്ധിച്ചോക്കുകയാണെങ്കിൽ നഷ്ടത്തോട് ജീവിതം തന്നെ നഷ്ടമായിപ്പോയി വള്ളം കളിക്കാൻ പോയിട്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും അനുഭവം. പിന്നെ ഇതൊന്നും നിർത്തണമെന്നുണ്ട്. പക്ഷെ നിർത്താൻ നമ്മളെ അറിയാവുന്നവരും സഹപാഠികളും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നവരൊന്നും സമ്മതിക്കുന്നില്ല. 1 വർഷം കൂടെ കളിക്കണം, 1 വർഷം കൂടെ കളിക്കണമെന്ന് പറയും. അങ്ങനെ കുറച്ച് വർഷങ്ങളായി 1 വർഷം കൂടെ കളിക്കണം, 1 വർഷം കൂടെ കളിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ എനിക്ക് ഒരു വള്ളത്തിലും കളിക്കാനല്ല പിന്നെ അങ്ങനൊരു പ്ലാൻ ഇല്ല.
ശ്രദ്ധയെന്ന് പറഞ്ഞാൽ അർജുനൻ ആയുധത്തെ പഠിപ്പിക്കുമ്പോൾ അർജുനോട് ചോദിച്ചെന്നറിയോ, നീ മോളിൽ കൂടെ പോണ പക്ഷിയെ കാണുന്നോട് ചോദിച്ചത്. അർജുനൻ പറഞ്ഞു, പക്ഷീനല്ല ഞാൻ കാണുന്നത്, പക്ഷിയുടെ കണ്ണാണ്, പക്ഷിയുടെ കണ്ണാണ് ഞാൻ കാണുന്നത്. അത്ര സൂക്ഷ്മതയായിരുന്നു എതിരാളിയെ പരാജയപ്പെടുത്താൻ. അതായിരിക്കണം ഒരു ചുണ്ടമ്പളത്തിലും. ഇതൊരു സാധാരണ വള്ളംകളിയല്ല, ഇതൊരു യുദ്ധമാണ്. മഹാഭാരത യുദ്ധം പോലെ യുദ്ധമാണ്. നമ്മൾ നമ്മുടെ എതിരാളിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവൻ നമ്മളെ കൊന്നച്ചും പോകും. അത് വേണം. ഈ നടുവമ്പലത്തെ നല്ല ഒന്നാം തരം ചെറുപ്പാര് പിള്ളേർ, ഇത്ര നല്ല നമ്പർ 1 പിള്ളേരില്ല. നല്ല ചെറുപ്പാര് പിള്ളേർ തന്നെയാണ്. നിങ്ങൾ ഊരുള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ അത് വിനിയോഗിക്കണം. അതുകൊണ്ട് നാളെ തൊട്ട് വള്ളത്തെ 4 ഇറങ്ങാൻ പറഞ്ഞാലും ഇറങ്ങി കൊടുക്കണം. ആരായാലും ഇനി ഒന്നാം അമര് തലക്ക് തൊഴുന്ന അജീഷാണേലും ഒരു ശാലം മടുപ്പം നല്ല ഇറങ്ങാൻ പറഞ്ഞത് കൊടുക്കണം. എല്ലാവരും തയ്യാറല്ലേ? ഈ പരിപാടി അത് തന്നെയല്ല, ഇത് പ്രായപരിധി ഉണ്ട് വള്ളംകളിക്ക്. താളം ഇടുന്നതിനാണേലും ടീം സെലക്ഷൻ ആണെങ്കിലും. ടീം സെലക്ഷൻ നടത്തുമ്പോഴൊക്കെ ചെറുപ്പകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ എഴുന്നേപ്പിച്ചെന്നാൽ ആ ആളുടെ തൂക്കത്തിലും ആ ആളുടെ വലിപ്പത്തിലും ഉള്ള ആളെ അവിടെ കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഭയങ്കര മനസ്സിന് ഭയങ്കര ഭാരം കൊടുക്കുന്നൊരു പരിപാടിയാണ് വള്ളംകളി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പിന്നെ കണ്ണ് ചെല്ലുന്നിടത്ത് കാത് ചെല്ലത്തില്ല, പിന്നെ അല്ല മനസ്സ് ചെല്ലത്തില്ല. അങ്ങനെയൊക്കെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് ഇത് നിർത്തണം എന്നുള്ളൂ. പക്ഷെ അത് മനുഷ്യർ ഇപ്പോഴും സമ്മതിക്കുന്നില്ല. ഒരു വർഷം ഇവിടെ നിന്ന് പിന്നെ ഒന്നുകൂടെ ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്നും പറഞ്ഞാണ് ഈ ഇങ്ങനെ ചെറുപ്പാർ ഇങ്ങനെ നിൽക്കുന്നത്. ഞാനത് കഴിവതും ഒഴിവായി നിൽക്കുകയാണ്.